ശ്രീ കെ പി നൌഷാദ് അലി, ഇവിടെ പ്രശാന്ത് കിഷോറിൻ്റെയും യോഗേന്ദ്ര യാദവിൻ്റെയും പ്രത്യേക താല്പര്യങ്ങൾ അവരെ എങ്ങനെയാണ് ഈ ജനവിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുൻപ് അവരെടുത്ത നിലപാടിൻ്റെ അതേ വിശ്വാസതയോടെ സ്വീകരിക്കാൻ കഴിയാത്തത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ ജി ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് ശുഭകരമല്ല. അങ്ങയുടെ മറുപടി എന്താണ്? വേണു, ഇവിടെ പ്രശാന്ത് കിഷോർ, യോഗേന്ദ്ര യാദവ്, സുധീന്ദ്ര കുൽക്കർണി, വിജയ് വിദ്രോഹി, പ്രണയ് റോയ്, അതുപോലെ HV വാസു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് വ്യത്യസ്തങ്ങളായ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രവചനങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ 2019 അപേക്ഷിച്ച് ഒരു പുൽവാമ ബലാക്കോട്ടില്ല, 2019 അപേക്ഷിച്ച് മോദി എന്നൊരു തരംഗമില്ല. നമ്മുടെ ഒരു ജീവസന്ധാരണ വിഷയങ്ങൾ, തൊഴിൽ, പാർപ്പിടം, ഭക്ഷണം, വിലക്കയറ്റം, ഇതൊക്കെ പ്രധാന ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യം, ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ പിന്നെ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഹരിയാനയിലെ 10 സീറ്റിലും ഡൽഹിയിലെ 7 സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഹരിയാന സംസ്ഥാനത്തൊക്കെ വളരെ കൃത്യമായ ഒരു ഭരണവിരുദ്ധത സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെ ഉണ്ട്. അവിടെ മനോഹർലാൽ ഖട്ടറിനെ അധികാരഭ്രഷ്ടനാക്കിയതിൻ്റെ അസംതൃപ്തിയുണ്ട്. അവിടെ കർഷക പ്രക്ഷോഭങ്ങളുടെ വലിയ പ്രതിഫലനങ്ങളുണ്ട്. പല BJP സ്ഥാനാർത്ഥികളും കർഷക ഗ്രാമങ്ങളിൽ നിന്ന് ബഹളം വെച്ച് ഓടിക്കപ്പെടുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഖട്ടറിൻ്റെ ബന്ധുക്കളൊക്കെ ഈ അടുത്ത് കോൺഗ്രസിൽ ചേർന്നു. 3 സ്വതന്ത്ര MLA-മാർ BJP ലാവണത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് തിരിച്ച് പിന്തുണ കൊടുക്കുന്നതായിട്ട് പത്രസമ്മേളനം നടത്തിയ വാർത്ത നമ്മൾ കണ്ടു. ഇത്തരത്തിലൊക്കെ നമുക്ക് ഹരിയാനയിലെ ചില ഗ്രൗണ്ട് റിയാലിറ്റികൾ ഇത്തരം ചില പ്രതിഫലനങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലേക്കാണ് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം അവിടെയുണ്ട്. പിന്നെ എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പുകളിലും UP ഉണ്ട്, ബംഗാളുണ്ട്, ബീഹാറുണ്ട്. അവിടങ്ങളിലൊക്കെയുള്ള പരിതസ്ഥിതികളും ഈ മോദി എന്നൊരു തരംഗം മാറി ഒരു ജീവൽ പ്രശ്നങ്ങൾ പ്രധാന വിഷയങ്ങളായി മാറുമ്പോഴുണ്ടാകും. പക്ഷേ ശ്രീ നൌഷാദ് അലി, ഇപ്പൊ അങ്ങ് പറയുന്ന ഈ ഹരിയാന, അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ 10 സീറ്റിന്റെ കഥയേ ഉള്ളൂ ഹരിയാനയ്ക്ക് പറയാൻ. അങ്ങ് പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് യോഗേന്ദ്ര യാദവിന്റെ വിലയിരുത്തൽ. യോഗേന്ദ്ര യാദവ് പറയുന്നത് ഈ സംസ്ഥാനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഭരണവിരുദ്ധ തരംഗമുള്ള ഏക സംസ്ഥാനം ആയി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് ഹരിയാനയാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ അതിന് മുൻപ് ഈ ഹരിയാന അടക്കമുള്ള മേഖലകളിൽ ഒരുപക്ഷെ വീഴ്ചയുണ്ടായാലും അത് ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് മറികടക്കാൻ കഴിയുമെന്നതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. എന്ന് വെച്ചാൽ താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന UP യിലും ബീഹാറിലും 25 സീറ്റ് 2014 അപേക്ഷിച്ച് 2019 എത്തുമ്പോൾ കുറയുന്നുണ്ട് BJP-യെ സംബന്ധിച്ച്, NDA-യെ സംബന്ധിച്ച്. പക്ഷേ അത് കഴിഞ്ഞ തവണ അവർക്കതൊരു തിരിച്ചടിയായില്ല. അത് എങ്ങനെയാണ് പരിഹരിച്ചത് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് ഉത്തരേന്ത്യയിലെ മുന്നേറ്റം, കർണാടക അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കൂടാതെ പരമപ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് അങ്ങീ പറയുന്ന തിരിച്ചടികൾ നടന്ന സ്ഥലങ്ങളെ മുഴുവൻ ഇവാപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ബംഗാളിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റം. അപ്പോൾ ഈ മേഖലയിൽ ഒരു 50 സീറ്റ് കുറയാം എന്ന് വെച്ചാൽ ഈ പറയുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ അത് തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും, വീണ്ടെടുക്കാൻ കഴിയും. അങ്ങനെ 2019 ഒട്ടും മോശമല്ലാത്തൊരു പ്രകടനം ആവർത്തിക്കാൻ അവർക്ക് കഴിയും. ഇതാണ് താങ്കളിപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന സംസ്ഥാനങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ. മറുപടി: ഈ പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വലിയ മാജിക്കുകളൊക്കെ സൃഷ്ടിച്ച ആളെന്നൊരു ഖ്യാതിയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുമ്പോൾ അത് പ്രശാന്ത് കിഷോറിനെക്കാളും ഒക്കെ വളരെയധികം നമുക്ക് നേരിട്ട് ബന്ധമുള്ള ഇടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കേരളം, തമിഴ്നാടൊക്കെ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും 2 അക്കം തങ്ങളുടെ എണ്ണം കടക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 400 പാറൊക്കെ നരേന്ദ്രമോദി സ്ഥാപിച്ചെടുക്കുന്നത്. പിന്നെ കർണാടകയാണ് മറ്റൊരു സംസ്ഥാനം, അവിടെ 1 സീറ്റ് മാത്രമല്ല. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ വസ്തുതകളെ കാണാതെ പോകരുത്. പ്രശാന്ത് കിഷോർ പറഞ്ഞ വാചകം ഇതാണ്: പോസിബിളി 1 or 2 ഇൻ കേരള ആൻഡ് തമിഴ്നാട് ആസ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആയിക്കോട്ടെ, വോട്ട് ഷെയർ കൂടുമെന്ന് പറയുന്നു. അല്ല, അതെ, പ്രശാന്ത് കിഷോറിന്റെ വാദം അത്രയാണെങ്കിൽ അത് കൂടുതൽ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാം. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങളെ കുറിച്ച് അനുകൂലമായി സംസാരിച്ചിരിക്കുന്ന യോഗേന്ദ്ര യാദവ് ആണല്ലോ. പക്ഷേ ഈ കാര്യങ്ങളിൽ രണ്ടുപേരുടെയും പ്രതികരണം നോക്കൂ. പ്രശാന്ത് കിഷോർ പറയുന്നത് 1 or 2 സീറ്റ് കിട്ടിയേക്കാം.
ഒരുപക്ഷെ ഈ പറയുന്ന തമിഴ്നാട്, കേരളം, പുതുച്ചേരിയും കൂടെ ചേർക്കുകയാണ് എങ്കിലുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. 1 or 2. യോഗേന്ദ്ര പറയുന്നത് എന്താണ്? അതേ സ്ഥലത്തെ പറ്റി തന്നെ യോഗേന്ദ്ര പറയുന്നത് അവിടെ വോട്ട് ഷെയർ കൂടുമെന്നാണ്. അപ്പോൾ ആ സാധ്യതയെ യോഗേന്ദ്ര യാദവും തള്ളുന്നില്ല. അല്ല, അതിൽ വേണു ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമതികളെയോ നിരീക്ഷകരെയോ പത്രപ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 1-2 സീറ്റ്, തമിഴ്നാട്ടിൽ 1-2 സീറ്റൊക്കെ BJP കിട്ടുമെന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ ഊഹിച്ച് പറയുന്നവരെ നമുക്ക് തെറ്റ് പറയുക സാധ്യമല്ല. കാരണം അത്തരത്തിലുള്ള ചെറിയ കിട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ 2014. അതാണ് ഞാൻ അതിനെ തെറ്റ് പറയുക സാധ്യമല്ല എന്നാ പറഞ്ഞത്. മത്സര സാധ്യതകളൊക്കെ BJP ഈ 2 സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ 1-2 സീറ്റുകളിലൊക്കെ നടത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ അന്തിമമായിട്ട് വിജയിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ കർണാടകയാണ് BJP വലിയ സീറ്റുകൾ നിലവിൽ നേടിയ ഒരു സംസ്ഥാനം. അവിടെ 28 സീറ്റുകളിൽ 26 സീറ്റും ഒന്ന് സുമലതയടക്കം 27ഓളം സീറ്റുകൾ അല്ലെങ്കിൽ 26ഓളം സീറ്റുകൾ അവിടെ ആ സംസ്ഥാനത്ത് അവർ നിലവിൽ നേടിയിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അത് നമ്മുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം. ഇത് ശരിയാണ്. പക്ഷേ ഞാൻ ഇടപെടുകയാണ്, എനിക്ക് മറ്റതിലേക്ക് കൂടെ പോകണം. കാരണം നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ അടിവരയിട്ട് പറയുകയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ശരി. പക്ഷേ പ്രശാന്ത് കിഷോർ അത് കാണാതെ പോകുന്നു എന്ന് അങ്ങ് കരുതരുത്. അങ്ങയുടെ വിലയിരുത്തൽ കേൾക്കുമ്പോൾ അങ്ങനെ വരും. കാരണം ഈ പ്രശാന്ത് കിഷോർ പറയുന്ന വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗമായി അദ്ദേഹം ഭൂമിശാസ്ത്രപരമായി പിഴവാണെങ്കിലും ഇലക്ട്രൽ ഘടന വെച്ചുകൊണ്ട് അദ്ദേഹം കർണാടകത്തെയും അപ്പുറത്തേക്കാണ് എടുത്തിരിക്കുന്നത്. 250 കഴിഞ്ഞ തവണ NDAക്ക് BJPക്ക് കിട്ടിയ മേഖലയിൽ കർണാടകയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് നൗഷാദ് അലി, അപ്പോൾ അഥവാ ആ തിരിച്ചടി ഉണ്ടായാൽ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ 50 സീറ്റോളം കുറയാം എന്ന് പറയുന്ന സാധ്യതയ്ക്കകത്ത് അങ്ങീ പറയുന്ന കർണാടകയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രശാന്ത് കിഷോർ. വേഗം മറുപടി. ഇവിടെ BJP ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൂടുതൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ സീറ്റ് നേടുമെങ്കിൽ അതിന് രാഷ്ട്രീയ സാധ്യതയുള്ള ഒരിടം തെലങ്കാനയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ അങ്ങനെ പോകുന്നില്ല. അപ്പൊ നമുക്ക് പുതിയ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചത് അങ്ങ് ഈ കർണാടകയുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമെന്നാണ് പ്രശാന്ത് പറഞ്ഞ കാര്യത്തിൽ. അല്ല, കർണാടകയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. കാരണം കർണാടകയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ 5 ഗ്യാരണ്ടി ഉണ്ട്. അതല്ല വിഷയം. ഞാൻ പറഞ്ഞത് വടക്ക് കിഴക്കൻ എന്ന് മേഖല തിരിക്കുന്നു, തെക്ക് പടിഞ്ഞാറൻ എന്ന് മേഖല തിരിക്കുന്നു. ഈ പറയുന്ന തെക്ക് കിഴക്ക് എന്നും വടക്ക് പടിഞ്ഞാറൻ എന്നും വേർതിരിക്കുമ്പോൾ അതിൽ പ്രശാന്ത് കിഷോർ കർണാടകയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം.